ഖാദർ കരിപ്പൊടി. ഈ ഖാദർ കരിപ്പൊടി ഇക്കാര്യത്തിൽ നേരെ തിരിച്ചിട്ടാണ്. ഇപ്പം നമ്മളിവിടെ സംസാരിച്ച വിഷയം മുഴുവനും സായി കൃഷ്ണനെ കുറിച്ചിട്ടും സുനിത ദേവദാസിനെ കുറിച്ചിട്ടാണ്. സുനിത ദേവദാസ് പറയുന്നത് സായിനെ കുറിച്ചാണ്. ഈ ഖാദർ കരിപ്പൊടിനെ വിളിച്ച് നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും പുള്ളി കണ്ടന്റ് ആക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ ഫ്രണ്ട്സിനിടയിൽ തന്നെ പലരും പല കാര്യങ്ങൾക്കും അവനെ വിളിച്ച് പല കാര്യങ്ങളും പറയുമ്പോൾ ഉടനെ നെക്സ്റ്റ് ഡേ അവൻ അതെടുത്തിട്ട് കണ്ടന്റാക്കി മാറ്റാറുണ്ട്. ഇപ്പോൾ എൻ്റെ വിഷയത്തിലും ഖാദർ ഒരുപാട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഖാദർ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റുകൾ കാരണം എനിക്ക് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ ആ ഒരു ആദ്യ ഭാര്യയുടെ വിഷയം തന്നെ ഖാദറിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു ഫസ്റ്റ് വീഡിയോ വന്നത്. അപ്പോൾ ആ വീഡിയോ വന്നതിന് ശേഷമാണ് ഈ ആദ്യ ഭാര്യയ്ക്ക് എന്നോട് രണ്ടാമതും ഒരു വൈരാഗ്യം വരാനും അതുവഴി ഈ പറഞ്ഞൊരു പോക്സോ കേസ് ഒരു ഫേക്കായ ഒരു എലിഗേഷൻസ് കൊടുക്കാനൊക്കെ കാരണമായത് ഒരുപക്ഷെ അതായിരിക്കും, പറയാൻ പറ്റില്ല. മല്ലു ട്രാവലർ കുറച്ച് കാര്യങ്ങളെല്ലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മല്ലു ട്രാവലർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സുനിത ദേവദാസിനെ എനിക്കറിയില്ല, അതുപോലെ സീക്രട്ട് ഏജൻറ്റുമായിട്ട് ഞാൻ നല്ല പരിചയമുണ്ട്, അദ്ദേഹവുമായിട്ട് നിരന്തരം സംസാരിക്കാറുണ്ട്. അതുമാത്രവുമല്ല, എനിക്ക് തോന്നുന്നത് മല്ലു ട്രാവൽസിനെ ഇപ്പോഴേ കിക്കിലേക്ക് തിരിച്ചെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് സായിയെ നല്ല രീതിയിൽ പുകഴ്ത്തിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ സുനിത ദേവദാസിനെ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷെ ഖാദർ കരിപ്പൊടിക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് മല്ലു ട്രാവലറെ ഉന്നയിച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലു ട്രാവലർ പലപ്പോഴും ഖാദർ കരിപ്പൊടിയുമായിട്ട് സംസാരിക്കും. അതൊക്കെ എടുത്തിട്ട് ഇദ്ദേഹം പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുള്ള ഗ്രൂപ്പിലേക്ക് അങ്ങ് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. അതായത് ആ രോഗത്തിന് വേറൊരു പേരാന്ന് പറയുക, ശരിക്കും പറഞ്ഞാൽ അവന്മാർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല അത്. ഏതായാലും മല്ലു ട്രാവലറിനും ഖാദർ കരിപ്പൊടിക്കും ഇടയിൽ ഒരു വലിയ പ്രശ്നം തന്നെയുണ്ട് എന്നാണ് എനിക്ക് ഈ സംഭവത്തിൽ നിന്നും മനസ്സിലായത്. അതുമാത്രവുമല്ല, ഇപ്പോഴും ഖാദർ കരിപ്പൊടിയാണെങ്കിൽ ഇപ്പോൾ രംഗത്തില്ല, അയാൾ ഒളിവിലിരുന്നിട്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒളിവിലിരുന്നിട്ടാണ് അദ്ദേഹം എല്ലാം റെഡിയാക്കുന്നത്. എന്നാൽ ഖാദർ കരിപ്പൊടിയാണെങ്കിൽ ഇവർ ഇതുവരെ പുറത്താക്കിയിട്ടുമില്ല. അതായത് പഴയ പോലെ എന്ന് പറഞ്ഞാൽ മല്ലു ട്രാവലറിൻ്റെ ഒരു കേസ് കിട്ടിയപ്പോഴേ അമ്മ സംഘടന എന്ന് പറയുന്ന വലിയ വലിയ സംഘടനകൾ ചെയ്യുന്നത് പോലെ ആ നിമിഷം തന്നെ മല്ലുവിനെ പിടിച്ച് പുറത്താക്കി. നേരെ മറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖാദറിനെ പിടിച്ച് ഒന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങളിലൊന്നും ആരെയും ഒഴിവാക്കിയതായിട്ടൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും മല്ലു ട്രാവലർ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് സായി ഞാനൊന്നും പറയുന്നില്ല, സായി എൻ്റെ കണ്ടന്റ് ആക്കിയിട്ടുണ്ട്, ഞാൻ അയാളോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, സ്നേഹത്തോട് കൂടിയിട്ട് സായിക്ക് ഇദ്ദേഹം പല കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ സായിയും ഇദ്ദേഹവും തമ്മിൽ നല്ല പരിചയമായതിനു ശേഷമാണ്, ഞാൻ പറഞ്ഞല്ലോ ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഇവർ ആദ്യം മീറ്റ് ചെയ്തതിന് ശേഷമാണ് മല്ലു ട്രാവലറിനെ സായി കുറ്റം പറയാഞ്ഞത്. അതിനു മുന്നേ എന്ന് പറഞ്ഞാൽ മല്ലുവിനെതിരെ 3-4 വീഡിയോ, അതായത് ഈ ഓരോ മാസത്തിലെന്ന് പറഞ്ഞാൽ ഒരു 2 വീഡിയോ വെച്ചെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് കോർണറായി. അതായത് ഇനി എങ്ങനെ പറയരുത്, ഇനി എങ്ങനെ ചെയ്യരുത് എന്നുള്ള തരത്തിൽ. അതായത് ഈ സായിയുടെ കൂട്ടുകാരൻ സർക്കിളിലേക്ക് ഇദ്ദേഹം വരികയാണ് ചെയ്തത്. പിന്നെ മല്ലു ട്രാവലർ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ചെയ്യുന്നത് വളരെ മോശമായ പരിപാടി തന്നെയാണ്. അതായത് മറ്റുള്ളവൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്ന് അരക്കുകയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. അതിലെനിക്കൊരു വിയോജിപ്പുള്ള എന്താണെന്ന് വെച്ചാൽ മല്ലു ട്രാവലറിനോട് പറയാനുള്ളത്, ഒരാളുടെയും പേഴ്സണൽ കാര്യങ്ങളെ അവിടെ പോയിട്ട് നമ്മൾ ഒപ്പിയെടുക്കുന്നൊന്നുമല്ല. ഇവിടെ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ നമ്മളെല്ലാവരും പറയുന്നതേ ഉള്ളൂ. അതായത് ഇവിടെ ഫാമിലി വ്ളോഗേഴ്സ് ആയാലും അല്ലെങ്കിൽ മറ്റുള്ളവരായാലും വന്നിട്ട് പറയുന്ന ചില കോപ്രായങ്ങളുണ്ട്, കാണിക്കുന്ന കോപ്രായങ്ങളുണ്ട്. ഓരോരുത്തന്മാർ 2 ഭാര്യമാരെ വെച്ചിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളുണ്ട്. അതുപോലെ ഭാര്യയെ എന്താ പറയേണ്ടത്, ക്യാമറയുടെ മുന്നിൽ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ചില വിധവന്മാരുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വ്യൂസ് തന്നെയാണ് അവരുടെയൊക്കെ പ്രശ്നം. അതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യയ്ക്കും അറിയാം. അതായത് ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ആഭാസത്തരം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാമിലി, അതായത് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾ പോലും എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ വൾഗറായ വീഡിയോ ചിത്രീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഭാര്യ തുണിയലക്കാൻ പോവുകയും പിന്നീട് അവരുടെ ആ നനഞ്ഞൊട്ടിയ ദേഹവും അടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇയാളൊക്കെ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിപ്പോകും. അപ്പോഴാണ് മനസ്സിലാകുന്നത്, അതായത് മറ്റുള്ള വീഡിയോസിനൊക്കെ 200K കിട്ടുമ്പോഴേ ഈ ഒരു വീഡിയോസിന് 1 മില്യൺ 1.5 മില്യൺ എല്ലാം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ഇതിൽ വലിയ യൂട്യൂബർ ചെറിയ യൂട്യൂബർ ഒന്നുമില്ല. ആരും ആരെയുടെയും വീട്ടിൻ്റെ അടുക്കളയിൽ പോയിട്ട് എത്തി നോക്കുന്നില്ല. എല്ലാം സോഷ്യൽ മീഡിയയിൽ ഒന്ന് വിളമ്പുന്നതാണ്. പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അതിങ്ങനെ ഒരു കോലാഹലത്തിലേക്ക് നീങ്ങുന്നത്. ഇപ്പൊ അഖിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരുപാട് പേര് എനിക്ക് ചില വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ സുനിത ദേവദാസിന്റെ വീഡിയോസ്, അതുപോലെ തന്നെ നമ്മുടെ സായിന്റെ സീക്രട്ട് ഏജന്റ്
എൻ്റെ വീഡിയോസ് പലരും എൻ്റെ ഇൻബോക്സിലൊക്കെ എനിക്ക് ഏകദേശം ഒരു 10-15 എൻ്റെ ഫ്രണ്ട്സ് മോഡൽ എനിക്ക് അയച്ചിട്ടുണ്ട്, എന്താണ് ഇതെന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം അപ്പോഴാണ് ഞാൻ ഈ ഒരു വിഷയം കാണുന്നത്. ഞാനങ്ങനെ ഓപ്പണാക്കി നോക്കുമ്പോൾ അതിൽ സുനിത പറയുന്നുണ്ട് സായിയെ കുറിച്ച്. അവർ സായിയുടെ ഫ്രണ്ട്സിനെ വിളിച്ച് സായി അറിയുന്ന കാര്യങ്ങളൊക്കെ അവർ ചാനൽ വഴി പരസ്യമാക്കിയിട്ട് അതുവഴി പൈസ ആക്കുന്നെന്നാണ് അവരുടെ ഒരു പരാതി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവർ എൻ്റെ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. അവർ ആദ്യമായിട്ട് ഈ ഒരു വിഷയം അറിയുന്നത് മല്ലു ട്രാവലറിന്റെ വിഷയത്തിലാണ്. ആ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവരോട് ചങ്ങാത്തം കൂടി അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അതൊക്കെ വെച്ച് കണ്ടന്റ് ആക്കി അതുവഴി പൈസയാക്കി എന്നാണ് അവരുടെ പരാതി. അപ്പം ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചത്. സോ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യാറില്ല, പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. ആദ്യമായിട്ട് ഈ ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. കാരണം മറ്റുള്ളവരുടെ ലൈഫിൽ കയറി അവരെ പറ്റി കണ്ടന്റ് ഉണ്ടാക്കി അത് വെച്ചിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു സ്റ്റൈലല്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നുണ്ട് എല്ലാവർക്കും അവരുടേതായ പ്രൈവസി ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പം അവരുടെ ലൈഫിൽ കയറിയിട്ട് അവരെ പറ്റി കണ്ടന്റ് ചെയ്ത് അവരെ ഒരു കണ്ടന്റാക്കി മാറ്റിയിട്ട് അതിലൂടെ റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ആവുന്നില്ല. പിന്നെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ കാരണക്കാർ എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങൾ വ്യൂവേഴ്സാണ് ഇതിനൊക്കെ കാരണക്കാർ. കാരണം നമ്മുടെ നാട്ടിൽ നല്ല ട്രാവൽ വീഡിയോ ചെയ്യുന്ന, നല്ല ഫുഡ് വ്ലോഗ് ചെയ്യുന്ന, നല്ല ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന, IT വീഡിയോസ് ചെയ്യുന്ന, ടെക് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും കണ്ടൻറ്റിന് വ്യൂവേഴ്സ് ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇങ്ങനെയുള്ള ആൾക്കാരുടെ കണ്ടൻറ്റൊക്കെ ഭയങ്കര കുറവായിരിക്കും. നേരെ മറിച്ച് കണ്ടവൻ്റെ ലൈഫിൽ കയറി അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞ് അതിനെപ്പറ്റി റിവ്യൂ പറയുന്ന ആൾക്കാർക്കൊക്കെ നല്ല റീച്ചാണ്. അപ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദികൾ? ഇപ്പം എനിക്ക് നല്ലൊരു ട്രാവൽ വ്ലോഗ് ചെയ്തിട്ട് എനിക്ക് 1 ലക്ഷം വ്യൂവേഴ്സ് ഉണ്ട്. ഒരുത്തൻ്റെ ലൈഫിൽ തോണ്ടിയിട്ട് എനിക്കൊരു 10,000 വ്യൂവേഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരിക്കലും ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ടവൻ്റെ ലൈഫിൽ കയറി തോണ്ടേണ്ട ആവശ്യമില്ല. നേരെ മറിച്ചിട്ട് ട്രാവൽ വ്ലോഗ് ചെയ്തിട്ട് ഒരു 10,000 വ്യൂവേഴ്സും കണ്ടവൻ്റെ ലൈഫിൽ കയറിയിട്ട് പറയുമ്പം അവിടെ 1 ലക്ഷം വ്യൂവേഴ്സും കിട്ടുന്നെങ്കിൽ ഓബിയസ്ലി നമ്മൾ കണ്ടവൻ്റെ ലൈഫിൽ കയറും. എല്ലാ യൂട്യൂബേഴ്സും യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് നാട് നന്നാക്കാനല്ല, പൈസ ഉണ്ടാക്കണം. അപ്പോൾ ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാണ് അവർ കൊടുക്കുന്നത്. ആദ്യം നന്നാവേണ്ടത് നിങ്ങളാണ്, വ്യൂവേഴ്സാണ്. നിങ്ങളെ വ്യൂവേഴ്സ് നന്നായാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടി കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ നന്നാവുള്ളൂ. നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതാണ് അവർ തരുന്നത്. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ റീച്ച് ആവാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോനേക്കാളും ഈ വീഡിയോ റീച്ച് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ വീഡിയോ ഞാൻ വളരെ കഷ്ടപ്പെട്ട് യൂറോപ്പിലേക്ക് കൂടി ബൈക്ക് ഓടിച്ച് പോയ വീഡിയോ അല്ല. മനസ്സിലായില്ലേ? ഞാൻ അത്രയും എഫക്റ്റ് എടുത്ത് എഡിറ്റ് ചെയ്തൊരു വീഡിയോ അല്ല, ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ റീച്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഒരു താല്പര്യമില്ല ഇങ്ങനെ റീച്ച് ഉണ്ടാക്കിയിട്ട് പൈസ ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എല്ലാവരുടെയും പ്രൈവസിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ വീഡിയോസ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ ഒരു താല്പര്യമില്ല. പക്ഷേ എങ്കിൽ എൻ്റെ സൈഡ് കുറച്ച് കാര്യങ്ങൾ പറയണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ മല്ലു ട്രാവലർ പറയുന്നത് വ്യൂവേഴ്സ് ആണ് എല്ലാത്തിനും കാരണം എന്നും അദ്ദേഹത്തിന് ഇത് താല്പര്യമില്ല എന്നും പറയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് മല്ലു ട്രാവലർ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ എടുത്തിട്ടിട്ടുണ്ട്. ആദ്യകാല വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെ, അദ്ദേഹത്തിന്റെ ഭാര്യ ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ മുതലാണ് പല ആൾക്കാരും മല്ലു ട്രാവലറിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് പിൽക്കാലത്ത് നമ്മളോട് എല്ലാവരോടും വന്ന് പറഞ്ഞത് എന്താ, അവരുടെ ജീവിതത്തിൽ ഒളിച്ചോട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല, അവരിങ്ങനെ പ്രശ്നങ്ങളായിരുന്നു എന്ന് അയാളുടെ ഭാര്യ തന്നെ വന്ന് തുറന്നു പറഞ്ഞു. അപ്പൊ അവിടെയും മല്ലു ട്രാവലറും കുറച്ച് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാലകളൊക്കെ ചേർത്ത് നല്ല അടിപൊളി മസാലയൊക്കെ ചേർത്തിട്ട് പൊരിച്ചിട്ട് ജനങ്ങൾക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യം കിട്ടാനൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല ഇതിലും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ മല്ലു ട്രാവലറിന്റെ
ഞാൻ കാനഡയിൽ പോയ സമയത്ത് മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇപ്പോൾ അടുത്താണ് കാണുന്നത്. കണ്ടിരുന്നെങ്കിൽ ഓഫ്കോഴ്സ് ഞാൻ അവരെ പോയി മീറ്റ് ചെയ്യുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. ഞാൻ കാനഡയിൽ പോയ സമയത്ത് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മാഡം എനിക്ക് മെസ്സേജ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ഈ ഒരു പ്രശ്നങ്ങൾ നടന്നതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫൈൽ പുള്ളിക്കാരത്തിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. ഫേസ്ബുക്കിലാണ് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരത്തിന്റെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. നമുക്ക് ആരോടും എതിർപ്പോ അല്ലെങ്കിൽ നമുക്ക് ആരോടും അടുപ്പമോ നമ്മുടെ കാര്യം അവരവരുടെ കാര്യം നോക്കി പോകണം. അപ്പോൾ ഞാൻ ഒരിക്കലും പുള്ളിക്കാരത്തി അങ്ങോട്ട് വിളിച്ചിട്ട് മാഡം സംഭവം നടന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടന്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്ത കണ്ടന്റില്ല. അവർ വളരെ നാച്ചുറലായിട്ട് അവർ ചെയ്തൊരു കണ്ടന്റ് അത്. അപ്പോൾ കണ്ടന്റുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു അടുപ്പമോ ബന്ധമോ ഒന്നുമില്ല. പിന്നെ അതിൽ പറയുന്ന പോയിന്റ് എൻ്റെ കേസുമായി ബന്ധപ്പെട്ട് സായി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ റിവീൽ ചെയ്യുന്നില്ല. അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് സത്യമാണ്, ആ സമയത്ത് രണ്ട് പേരാണ് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തത്. ഒന്ന് സായിയും ഒന്ന് ഖാദർ കരിപ്പൊടിയും. ഈ രണ്ട് പേരുമാണ് എന്നോട് ക്ലോസ് ആയിട്ട് നിന്നിട്ട്. കാരണം രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അപ്പം നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, നമുക്കൊരു കേസ് വരുമ്പോൾ നമ്മൾ മെൻ്റലി നമ്മൾ ഭയങ്കര പാനിക്കായിപ്പോൾ, നമുക്ക് ഭയങ്കര സങ്കടവും ഭയങ്കര വിഷമങ്ങളുണ്ടാവും. ആ സമയത്ത് നമ്മൾ വിളിക്കുന്നത് നമ്മൾ ഒറ്റ സുഹൃത്തുക്കളായിരിക്കും. നിങ്ങൾ ഈ ഒരു വിഷയത്തിലേക്കൂടി കടന്നുപോയാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ എന്താ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം 2-3 തവണ ഈ രണ്ടുപേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞാൻ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു, എല്ലാം പറയുമായിരുന്നു. എല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ഞാൻ ഇവരോട് ഷെയർ ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സായി, എനിക്ക് തോന്നുന്നത് സായി അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടന്റ് ഉണ്ടാക്കിയതിനോട് എനിക്ക് യോജിപ്പും ഇല്ല വിയോജിപ്പും ഇല്ല. കാരണം ഞാൻ അവനോട് കാര്യങ്ങൾ പറയുന്നു, അവന് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്, എന്താണെന്നുള്ള ഇൻഫർമേഷൻ അവന് കിട്ടുന്നുണ്ട്. അപ്പം അത് പ്രകാരം അവൻ്റെ ജോലി എന്താണ്, മറ്റുള്ളവരുടെ കണ്ടന്റ് മറ്റുള്ളവരെ പറ്റി പറയുന്നതാണ് അവൻ്റെ കണ്ടന്റ്. അപ്പം അവനൊരു കണ്ടന്റായി കണ്ട് അവനത് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഞാൻ അവനോട് ആ സമയത്ത് അത് ഇടരുത് എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നിയ പറയേണ്ടതുണ്ട്, അവൻ്റെ കണ്ടന്റിൽ അവൻ ചെയ്യട്ടെ. പക്ഷേങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ അവനോട് ചെയ്യരുത് എന്ന് പറയുമ്പം അവൻ ചെയ്യാറില്ല, ഓപ്പണായിട്ട് പറയും. ചില കണ്ടന്റുകൾ ഞാൻ കാണുമ്പോൾ ബ്രോ അത് ഇടണോ, അത് വേണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഓക്കെ ബ്രോ എന്ന് പറഞ്ഞ് അവൻ തട്ടാറുണ്ട്. അതും കൂടി ഞാൻ പറയാം. അല്ലാതെ ഒരിക്കലും ഞാൻ അവനോട് ഡിലീറ്റ് ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് അവനത് ഡിലീറ്റ് ചെയ്യാതെ ഇരുന്നിട്ടും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അവിടെ എനിക്ക് മല്ലുവിനോട് ചോദിക്കാനുള്ളൊരു കാര്യം ഇതാണോ ശരിക്കും ഫ്രണ്ട്ഷിപ്പ്? അതായത് താങ്കൾ ഓരോ ദിവസവും ഭയന്നുകൊണ്ട് ഇവരുടെയൊക്കെ താങ്കൾ ഓരോ ദിവസവും ഭയന്നുകൊണ്ട് ഇവരുടെയൊക്കെ വീഡിയോസ് കാണേണ്ട ഗതികേടിൽ ഇവരെത്തിച്ചില്ലേ? ഇതാണോ ഫ്രണ്ട്ഷിപ്പ്? താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു തെണ്ടിത്തരം തന്നെയാണ്. കാരണം ഇത്രത്തോളം അടുപ്പമുള്ള, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ മല്ലു ട്രാവലറിന്റെ വീഡിയോ, ഞാൻ അയാളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ നമ്മളിവിടെ സംസാരിച്ച വിഷയം ന്യായമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. ന്യായമായ കാര്യങ്ങൾ നല്ല കാര്യം തന്നെയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സിനിടയിൽ തന്നെ പലരും പല കാര്യങ്ങളും ട്രാവലറിന്റെ അവസ്ഥയെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്റെ വിഷയത്തിലും കൂട്ടുകാരൻ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഖാദർ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റുകൾ കാരണം എനിക്ക് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു ആദ്യ ഭാര്യയുടെ ഖാദറിന്റെ പ്ലാറ്റ്ഫോമിലാണ് ആ വീഡിയോ വന്നതിന് ശേഷമാണ് ഈ ആദ്യ ഭാര്യയ്ക്ക് എന്നോട് രണ്ടാമതും ഒരു വൈരാഗ്യം വരാനും അതുവഴി ഈ പറഞ്ഞൊരു പോക്സോ കേസ് ഒരു ഫേക്കായ ഒരു എലിഗേഷൻസ് കൊടുക്കാനൊക്കെ കാരണമായത് ഒരുപക്ഷെ അതായിരിക്കും, പറയാൻ പറ്റില്ല. അപ്പം ഖാദറിൻ്റെ ചാനലിൽ വന്ന കണ്ടന്റ് വഴി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സായിയുടെ ചാനലിൽ വന്ന കണ്ടന്റ് വഴി പ്രത്യേകിച്ച് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വേറെ കാര്യം, ഈ ഖാദറിന് വേറൊരു സ്വഭാവം കൂടി ഉണ്ട്. ഖാദർ പല ഘട്ടങ്ങളിലായിട്ട് പബ്ലിക് ഗ്രൂപ്പിലാണ്, ബാക്കി ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റില്ല, ഗ്രൂപ്പിലൊക്കെ വളരെ പരസ്യമായിട്ട് ഞാൻ അവനോട് രഹസ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ വോയിസും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ടായി. ഇപ്പം ഞാനിപ്പം ഖാദറിനോട് പറഞ്ഞ ഖാദറെ ഇന്ന ദിവസം ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, അത് അവനെ വിശ്വസിച്ച് നമ്മൾ പറയുന്നതാണ്. പക്ഷേ അവൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ ഉടനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് നീ അന്ന് അത് എന്നോട് പറഞ്ഞതല്ലടാ,
എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു ബ്ലാക്ക് മെയിലിംഗ് ടൈപ്പിൽ ചെറിയ കാര്യങ്ങളൊക്കെ അവൻ്റെ സൈഡുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈ കാര്യത്തിൽ ഡേഞ്ചർ എന്ന് പറയുന്നത് ഖാദറാണ്. ഖാദർ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഖാദറിനോട് പറയുന്ന ഒരു കാര്യങ്ങളും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല കേട്ടോ. വളരെ ഓപ്പണായിട്ട് പറയാം. അപ്പൊ മല്ലു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഖാദർ കരിപ്പൊടിയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഖാദർ കരിപ്പൊടി എൻ്റെ പല കാര്യങ്ങളും എടുത്ത് വീഡിയോ ആക്കിയിട്ടുണ്ട്. ഒരു കേസ് പോലും വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഖാദർ കരിപ്പൊടിയാണ് എന്നുള്ള തരത്തിലാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ഖാദർ കരിപ്പൊടിയോട് പറഞ്ഞ പല കാര്യങ്ങളും അയാൾ ഒരു ഭീഷണിയുടെ സ്വരത്തില് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മെയിലിന്റെ സ്വരത്തില് അയാൾ വെളിയിൽ വിട്ടിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണങ്ങളും കൂടി പറയുന്നുണ്ട്. അതായത് ഖാദർ കരിപ്പൊടി ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണോ? അങ്ങനെയാണെങ്കിൽ അയാൾ എത്ര ആൾക്കാരെ ചിലപ്പോൾ ഇതുപോലെ മുൾമുനിയിൽ നിർത്തിയിട്ടുണ്ടാകും. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ന്യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇപ്പോഴും അയാൾ ഒളിവിലാണ്. അയാൾ ഒളിവിലിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇനി ഇപ്പോഴും ഇതിന്റെ പുറകിലൊക്കെ എന്ന് പറഞ്ഞാൽ വല്ല ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടോ, ആ ബ്ലാക്ക് മെയിലിംഗ് ആണോ ഇയാൾ ഇന്ന് ഒളിവിലെത്തിച്ചത് എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം തന്നെയാണ് ഇത്. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് അവരുടെ സംഘടന പോലും പരിശോധിക്കണം. അതായത് സംഘടനയിൽ ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പിടിച്ച് പുറത്താക്കണം. ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സംഘടന ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മാത്രമാവരുത്. ഖാദർ കരിപ്പൊടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇതുപോലെയുള്ള ഇതിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളെയും പുറത്താക്കണം. അതല്ലേ വേണ്ടത്. അപ്പൊ മല്ലു പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരെ പറ്റിയിട്ടാണ്. ഇതിൽ എനിക്ക് മനസ്സിലായത് സായി കൃഷ്ണനായാലും ഖാദർ കരിപ്പൊടി ആയാലും രണ്ടുപേരെയും പ്രത്യക്ഷത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ ഇദ്ദേഹം അത് മയത്തോട് കൂടിയിട്ടാണ് പറയുന്നത്, വലിയ പ്രശ്നത്തോട് കൂടിയിട്ടൊന്നുമല്ല. സുനിത ദേവദാസിനെ ഒന്നറിയാതെ പോലും ഇദ്ദേഹം നോവിക്കുന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തത് എന്നുള്ള തരത്തിൽ. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ സോഷ്യൽ മീഡിയയിൽ കുടിച്ച വെള്ളത്തിൽ പോലും ഒരാളെയും വിശ്വസിക്കരുത്. കാരണം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ നാളെ അത് നേരെ തിരിച്ചും വരും. നന്ദി, നമസ്കാരം.